ഗോകുൽ, ഈ പരിക്കേറ്റ സ്ത്രീ ആരാണ്? എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യം? ഇപ്പോഴും ഈ സംഘർഷാവസ്ഥ തുടരുകയാണോ? അതിനിടയിൽ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ UDF കൗൺസിലർമാരും പ്രതിഷേധമായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രതിഷേധം നടക്കുന്നത്. അതിനിടയിലാണ് CPM കൗൺസിലറായ സെലീന ബോധം കെട്ടി വീണത്. അവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രദേശത്ത്, അതായത് ഈ കൗൺസിൽ ഹാളിന് മുന്നിൽ സംഘർഷ സാധ്യത ഉടലെടുക്കുന്നു. സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. കോൺഗ്രസ് ആരോപിക്കുന്നത് ഗാലറിയിലുണ്ടായിരുന്ന BJP പ്രവർത്തകരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ ഭാഗമാവുകയും സംഘർഷത്തിലേക്ക് നീങ്ങാൻ കാരണമെന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. അതേസമയം അങ്ങനെയല്ല, ഗാലറിയിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ അവരിടപെട്ടതോടെയാണ് പ്രശ്നങ്ങൾ വഷളായതെന്നാണ്. ഏതായാലും കൗൺസിലർമാരല്ലാത്ത എല്ലാവരെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൗൺസിലർമാർ, UDF കൗൺസിലർമാർ ഇപ്പോൾ ഈ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ മുറിക്ക് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഒരു സംഘർഷ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ സംഘർഷം എന്നുള്ള നിലയിലേക്ക് തന്നെ ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നു. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ, ഈ നേതാക്കളുടെ വലിപ്പച്ചെറുപ്പത്തിനൊന്നും ഒരു സ്ഥാനവുമില്ലേ? ഇപ്പോൾ പുതുതലമുറ പലയിടത്തും തമ്മിലടിക്കുന്നു, തലതല്ലി പൊളിക്കുന്നു. 15 വയസ്സ് തികയാത്ത കുട്ടികൾ പോലും കൂട്ടസംഘർഷത്തിൽ കൊല്ലപ്പെട്ടു പോകുന്നു. അങ്ങനെ നമ്മുടെ സമൂഹമാകെ വഴിതെറ്റിപ്പോകുന്നുവെന്ന് മുതിർന്ന ആളുകൾ ഇങ്ങനെ വിലപിക്കുന്നതിനിടയിലാണ് പാലക്കാട്ട് അവിടുത്തെ സർവാദരണീയർ എന്ന് പറയുന്ന നേതാക്കളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി തമ്മിലടിക്കുന്നത്, തെറി വിളിക്കുന്നത്. തീർച്ചയായും അതിൽ നമുക്ക് നേരത്തെ അറിയാം. നേരത്തെ ഉണ്ടായിരുന്ന BJPയുടെയൊക്കെ ദേശീയ നിർവാഹക സമിതിയിലുണ്ടായിരുന്ന ശിവരാജൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. അത്രയും സീനിയർ നേതാക്കൾ BJPയുടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളുണ്ട്. അത്തരത്തിൽ വലിയ സീനിയർ ആയിട്ടുള്ള വലിപ്പച്ചെറുപ്പം ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. എല്ലാ പ്രവർത്തകരും അല്ലെങ്കിൽ അതിനിടയിൽ സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു വലിപ്പച്ചെറുപ്പമൊന്നും ഈ സംഘർഷങ്ങൾക്ക് ഒരു കാരണമല്ല. പലപ്പോഴും ഞാൻ അതിന്റെ ഒരു ഭാഗം പറഞ്ഞു. ഞങ്ങൾക്ക് നേരെ RSSന്റെയും പോലീസിന്റെയും ക്രൂരമായ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതികരണം. കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവുമുണ്ട്, ഈ പേരിടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതായത് രതീഷ്, ഈ പ്രതിഷേധം ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുമെന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളത് പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നു. അതോടൊപ്പം തന്നെ രതീഷ് പറയുന്ന പോലെ തന്നെ ഇതിൽ 2 വിഷയങ്ങളുണ്ട്. അതായത് ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അത് ഉയർത്തുക എന്നുള്ളത് ഒരു കൗൺസിൽ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമായും പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷെ അത് പരിധികൾ വിട്ട് ഒരു സംഘർഷം എന്നുള്ള നിലയിലേക്ക് പോകുന്നു. ഇതിന്റെ 2 വശങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. അങ്ങനെ തന്നെ അത് കാണേണ്ടിയും വരും. രതീഷ്.